ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ പിന്നെയും ഒരു ട്രിപ്പ് വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ദിസ് ടൈം നമ്മൾ വന്നിരിക്കുന്നത് പോണ്ടിച്ചേരി. നമ്മളൊരു അഞ്ച് മണിയൊക്കെ ആയപ്പം പോണ്ടിച്ചേരി എത്തി. നമ്മൾ ഇവിടെ നൊമാഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റലിലാണ് സ്റ്റേ എടുത്തിരിക്കുന്നത്. അവിടെ പോയി പിന്നെ അവിടെ നിന്ന് സൈക്കിളൊക്കെ റെൻറ്റിനെടുത്ത് ഞങ്ങൾ സൈക്കിൾ ഓടിച്ച് ബീച്ചിൽ വന്നു. എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ. സം ഇഡിയറ്റ്സ്. ഓക്കെ, സോ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി വന്നായിരുന്നു. സൺ റൈസ് ആയി ഓൾറെഡി. നമ്മൾ പിന്നെ എവിടെ പോയാലും ഇത് തന്നെയാണ്. സൺസെറ്റ് കാണാൻ പോയാൽ സണ്ണ് പോകും. ഓക്കെ, അപ്പം നമ്മൾ പോണ്ടിച്ചേരി വ്ളോഗ് ഇവിടെ സ്റ്റാർട്ടാവുകയാണ്. നമുക്കിനി അടുത്തത് എവിടെയെങ്കിലും പോയിട്ട് കാണാം. ഇഷ്ടായോ? നല്ലൊരു ഗോൾഡൻ ലൈറ്റ് ഒക്കെ. സൺറൈസ് കാണാൻ പറ്റിയില്ല. നാളെ നമ്മൾ എന്തായാലും സൺറൈസ് കണ്ടിരിക്കും. ഇന്നും ഓർക്കല്ല, നാളെ ഓർക്കല്ല. നമ്മൾ ട്രിപ്പ് വരുന്നതിനാ അതെ, എൻജോയ് ചെയ്യാൻ. നമ്മൾ ഉറങ്ങി എല്ലാ ഡെയിലി റുട്ടീനും എല്ലാ സാധനങ്ങളും ചെയ്ത് സ്കൂളിൽ പോയി വർക്കിന് പോയി പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ സന്തോഷം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരിക്കലും സന്തോഷം കണ്ടുപിടിക്കില്ല. ബട്ട് നമ്മൾ ഉള്ള സമയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നിട്ട് സന്തോഷമായിട്ടിരിക്കും. പോയിന്റ്. നമ്മളുള്ളത് റോക്ക് ബീച്ചിലാണ്. നമ്മൾ സ്റ്റേൻ്റെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇവിടെ വന്നാലാണ് നല്ല ഭംഗിയുള്ള സൺറൈസ് കാണാൻ പറ്റുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ട ആ ഗോൾഡൻ ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ട്. നാളെ ഞാൻ എന്തായാലും സൺറൈസ് കണ്ടിരിക്കും. അപ്പം നമ്മൾ ബീച്ചൊക്കെ കണ്ട് കുറച്ചേരം അവിടെ ഇരുന്ന് പീസ്ഫുള്ളായിട്ട് ഇനി നമ്മൾ തിരിച്ച് സ്റ്റേയിലേക്ക് പോവാണ്. നമ്മൾ ഇനി എന്താണ് ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി പിന്നെ റെഡി ആയിട്ട് നമ്മൾ പോണ്ടിച്ചേരി കറങ്ങാൻ പോകും. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന സമയത്ത് കാണാം. ബൈ ബൈ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഹലോ ഗൈസ്, നമ്മൾ 8 മണിക്ക് റൂമിൽ പോയി ഫ്രഷായി കുറച്ചേരം കിടന്ന് ഫ്രഷായിട്ട് വരാമെന്നൊക്കെ ഉള്ള പ്ലാനിലായിരുന്നു പോയത്. ഇപ്പം സമയം 1:30. ഒരുത്തി ഉറങ്ങിയിരിക്കണ്ടേ. ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്ത് പിന്നെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് നമ്മൾ കറങ്ങാൻ പോവായിരിക്കും വിചാരിക്കും. ഫുഡ് ഓർഡർ ചെയ്ത് എന്താ വേണ്ടത്? വെള്ളം. സോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം 5 മണി ആവാനായി. ഇപ്പം എന്തായാലും വെയിലൊക്കെ താന്നിട്ട് പോകാമല്ലോ. ഒരു ഒടുക്കത്തെ വെയിൽ ഉള്ള പുറത്തിറങ്ങാൻ പോവാം. ഞങ്ങളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ റൂം കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇതാണ് നൊമാഡ് ഹോസ്റ്റൽ. ഇവിടെ ഇപ്പം അങ്ങനെ കുറേ ഗസ്റ്റുകളൊന്നുമില്ല, ഞങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വർക്ക് ചെയ്യായിരുന്നു ഗൈസ്, വർക്ക് ചെയ്യായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ സമയമൊന്നും കിട്ടൂല. കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് ഹാപ്പി ആവുക. അപ്പോൾ നമുക്ക് വേഗം റെഡി ആയിട്ട് പുറത്ത് പോയാൽ സൺസെറ്റെങ്കിലും കാണാം. ഓക്കെ, റെഡി ആവാം. എന്താ സുഖം. സോ ഗൈസ്, നമ്മൾ റെഡിയായി ഇറങ്ങി. ദേവു വാ.
കാണുമ്പോൾ ലേശം ഓവർ പോലെ ഉണ്ട്, പക്ഷെ ഫോട്ടോയിലൊക്കെ കാണണമെങ്കിൽ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. പിടിക്കും. ലൈറ്റ് ഹൗസിലേക്ക് പോവാണ് സൺസെറ്റിന്റെ മുന്നേ. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. സോ ഗൈസ്, നമ്മളങ്ങനെ ഇപ്പം പോണ്ടിച്ചേരി ലൈറ്റ് ഹൗസ് എത്തി. നല്ല ഭംഗിയുണ്ടല്ലേ ലൈറ്റ് കാണാൻ. നോട്ട് ദാറ്റ് ലൈറ്റ്. നമ്മൾ അല്ല, ഇതാണ് ലൈറ്റ് ഹൗസ്. സോറി. വരുന്ന വഴിക്ക് സൈക്കിളൊക്കെ ഓടിച്ചിട്ടായിരുന്നു വന്നത്. വരുന്ന വഴിക്ക് എൻ്റെ ഡ്രസ്സ് എന്താ പറ്റുന്ന കാണിച്ചത് കാണുന്നുണ്ടോ? കാണാല്ലേടി ഇതില്. ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ ഓടിച്ച് വരുമ്പം ഡ്രസ്സ് സൈക്കിളിൻ്റെ ഇടയിൽ പെട്ട് ഗ്രീസായി. അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാൻ ഓട്ടോ കയറി വന്നു. പിന്നെ ഞങ്ങൾ സൈക്കിൾ എടുത്ത് വന്നാലും എത്തിയിട്ടുണ്ടാവില്ല. 5:30 ക്ലോസ് ആവും. അപ്പം നമ്മൾ വേഗം ഇപ്പം തന്നെ 5:30 വേഗം പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊന്നും കയറി കഷ്ടപ്പെടേണ്ടി വന്നില്ല. നമുക്ക് വേണ്ടി ലിഫ്റ്റ് ഉണ്ടായി. ഇത് ആക്ച്വലി ഈ മന്ത് 6th ആണ് അത്ര ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്, 1 year വർക്കിന് ശേഷം. സോ താങ്ക് യു. അല്ലെങ്കിൽ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമ്മളിവിടെ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് വേണം അവിടെ പോവാൻ. ആൻഡ് നമുക്ക് 10 minutes ആണ് ഉള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഓ മൈ ഗോഡ്, സോ പ്രിറ്റി. ഇതാണ് നമ്മളുടെ ലൈറ്റ് ഹൗസ് എന്നുള്ള വ്യൂ. ഓക്കെ, ഇവിടെ സണ്ണ്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഇൻ എ ലൈറ്റ് ഹൗസ്. ഈവൻ ദോ ഞങ്ങൾ കോഴിക്കോടിൽ ലൈറ്റ് ഹൗസ് ഉണ്ടെങ്കിലും, ഞാൻ കോഴിക്കോടല്ല മാഹി ആ സൈഡിലുണ്ടെങ്കിലും ഞാനിതുവരെ പോയിട്ടില്ല. നീ പോയിട്ടില്ലേ മുന്നേ? ഞാൻ എവിടെ പോയി? മാഹിയില്ല. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചെല്ലാം കാണാം. കാഴ്ച അവിടെ അടുത്ത് തന്നെയാണ് ഗോൾഡൻ ലൈറ്റ്. ഗോൾഡൻ Chandan. Okay, so he's like a volunteer at the hostel we're staying. You're from? Bangalore. So pretty. like prince. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കാൻ വേണ്ടിട്ട് കരാറൊന്നും എടുത്തിട്ടില്ല. ഇതൊരു ഒരുമാതിരി ലേറ്റ് ആയി പോയി. നമ്മള് വ്യൂ കാണാൻ വന്നിട്ട് ഇവിടെ മാഞ്ഞാണ് കച്ചവടം. Let's enjoy this beautiful view. എനിക്കറിയില്ല, ഐ എം ബിഗ് ബീച്ച് പേഴ്സൺ. എത്ര പോയാൽ എനിക്ക് ബീച്ചിൽ മഴയൊക്കെ ഇല്ല. കോഴിക്കോടാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ബീച്ച് എല്ലാവരും ചോദിക്കുന്നതാണ് കോഴിക്കോട് ഇല്ലാത്ത ബീച്ചാണോ. ബ്രോ, എല്ലാ ബീച്ചും ഡിഫറെന്റ് ആണ്. എല്ലാ ബീച്ചും ബ്യൂട്ടിഫുൾ ആണ്. എത്ര കണ്ടാലും നമുക്ക് മടുക്കൂല. മൗണ്ടെയിനൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കേറി പോണം. പക്ഷേ ബീച്ചസ് ലൈക്ക് നമ്മളിന് എന്തെങ്കിലും വിഷമം വന്നാൽ നമുക്ക് അവിടെ ജസ്റ്റ് പോയി ഇരുന്നാൽ മതി. ഇതാണ് നമ്മളുടെ പോണ്ടിച്ചേരി ലൈറ്റ് ഹൗസ്. നമ്മളങ്ങനെ ലൈറ്റ് ഹൗസിൽ കയറി. സച്ച് ബ്യൂട്ടിഫുൾ വ്യൂ. ഞാൻ ഇംഗ്ലീഷിലൊന്നും പറയുന്നു. ഓക്കെ, നമ്മൾ ലൈറ്റ് ഹൗസിൽ കയറി ഒരു 10 minute നിന്നു. നമ്മൾ താഴെ ഇറങ്ങി.
ലിഫ്റ്റ് വെച്ചത് എന്തായാലും ഒരു നല്ല കാര്യം. അല്ലെങ്കിൽ നമ്മൾ കയറാനും തന്നെ എടുത്തിട്ടുണ്ടാവും അത്രയും കുറേ സമയം. ഇപ്പം നല്ല ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റി. പിന്നെ നല്ല നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു. സോ ഗുഡ് ആയിരുന്നു. ബീച്ച് പേഴ്സൺസിന് എന്തായാലും ഇഷ്ടമാവും. നമ്മളിങ്ങനെ നമ്മളൊരു മെയിൻ ക്യാരക്ടറാണെന്നുള്ളൊരു ഫീൽ കിട്ടും അവിടെ പോയിട്ട്. ആ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് ആ ബീച്ചൊക്കെ നോക്കി നിൽക്കുമ്പോൾ. ഇനി നമ്മളെങ്ങോട്ടായിരിക്കും? ഇനി ബീച്ച്. ഓക്കെ, നമ്മൾ ഇനി വൈറ്റ് ടൗണിലായിരിക്കും പോകുന്നത്. വൈറ്റ് ടൗണിൽ ആക്ച്വലി കുറച്ചും കൂടെ നേരത്തെ പോകണമായിരുന്നു. ഇപ്പം ഇനി വെളിച്ചമൊന്നും ഇല്ലാണ്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സ്റ്റിൽ എന്തായാലും വന്നതല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാം. ഐ ഫീൽ ലൈക്ക് മെയിൻ ക്യാരക്ടർ. യാ, ഞാനായിട്ട് പറയണ്ടല്ലോ. അതിനാണല്ലോ എന്നെ കൊണ്ടുവന്നത്. യാ, perks of having a sister. ഓക്കെ, നമുക്കിനി അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, നോ ബൈ. അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ വൈറ്റ് ടൗണിലേക്കല്ല, ബീച്ചിലേക്കാണ് പോകുന്നത്. ബിക്കോസ് ഇവിടെ അടുത്ത ബീച്ചാണുള്ളത്. ആൻഡ് ഇറ്റ്സ് 6 o'clock. അപ്പം ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ ടൈമായി. സൺറൈസ് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയാലോ ഇന്ന്. ഞാനും അറോമയും മറക്കല്ല പോയ സമയത്ത് ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ ആണ് കാണാൻ പറ്റിയത്. ബട്ട് നമുക്ക് ലാസ്റ്റ് ഡേ സൺസെറ്റ് അല്ല, സൺറൈസ് കാണാം ഈ പ്രാവശ്യം. ലെറ്റ്സ് ഗോ. നമുക്ക് ബീച്ചിലേക്ക് പോകാം. ഓക്കെ, നമ്മളെ കാൽക്കുലേഷൻസ് പാളിപ്പോയി ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ബീച്ചുകളിൽ നമുക്ക് ആകെ സൺറൈസ് മാത്രമേ കാണാൻ പറ്റൂ, നോ സൺസെറ്റ്സ്. സോ ഇപ്പം നമുക്ക് ദൂരെ എവിടെയെങ്കിലും സണ്ണ് പോകുന്നത് കണ്ടിട്ട് നോക്കിയിരിക്കാം. പക്ഷേ ഇത് നമ്മൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല. ഇവിടെ സൺറൈസ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ സൺസെറ്റ് ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അതെ ന്യൂ ഇൻഫർമേഷൻ ഫോർ അസ്. ആൻഡ് ഇത് തെറ്റാണെങ്കിൽ ഞങ്ങൾ തരുവരെടുത്ത് ഞങ്ങൾ കൂടെയുള്ള ഹോസ്റ്റ് പറഞ്ഞ ഇൻഫർമേഷൻ അവൻ്റെ തന്നെ കേൾക്കാണ്ടിരിക്കാനാണ് ഓന്. ഞാനിപ്പോൾ ഒച്ചത്ത് പറഞ്ഞാലും ഓന് മനസ്സിലാവാനൊന്നും പോകുന്നില്ല, വേറെ ഭാഷയാണ്. പിന്നെ നല്ല തിരക്ക് പിടിച്ച ബീച്ചായി പോയി ഗൈസ്. സൺസെറ്റ് ഇല്ലെങ്കിലും തിരക്കിന് കുറവൊന്നുമില്ല. നോ പ്രൈവസി. അനക്കെന്തിന് എൻ്റെ കൂടെ പ്രൈവസി? അതന്നെയാ ഫോട്ടോ എടുക്കാൻ. കുട്ടി ശരിയല്ല ഗൈസ്, കോഴിക്കോട് നിന്നാണ്. സണ്ണില്ലെങ്കിലും മൂണ് വന്നിട്ടുണ്ട്. ഇല്ല, സണ്ണ് അപ്പുറത്തുണ്ട്. ഗൈസ്, നമ്മൾ അങ്ങനെ വൈറ്റ് ടൗണിലെത്തി. പോണ്ടി മറീന ബീച്ചിൽ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് വൈറ്റ് ടൗണിലെത്തി. ഇപ്പം ഇനി ആരെങ്കിലും പോണ്ടിച്ചേരി വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം വന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോക്കാരിങ്ങനെ പിഴിയും. എന്തൊരു ഭംഗിയുള്ള സ്ഥലമല്ലേ, എനിക്കിഷ്ടമായോ? ഓ, നന്നായിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്രിട്ടിങ്, എന്തൊരു എസ്തെറ്റിക്സ് ആണ്. സോ പ്രിട്ടി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ തിന്നെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റൊക്കെ ഉണ്ടാവുമായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. നമുക്കിനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. അതിനാണല്ലോ നമ്മൾ മെയിനായിട്ട് വരുന്നത്. എന്തൊരു ഭംഗിയെ കാണാം. ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സ്റ്റിൽ ഇതിലൂടെ ഇങ്ങനെ നടക്കാനൊരു വൈബൊക്കെ ഉണ്ട്. നല്ല വെളിച്ചം, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് വെളിച്ചമുണ്ട്. ഒരു ഡേ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നൈസായനെ. കുഴപ്പമില്ല, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്യുന്നത് കാണാനല്ലേ ദൈവം വെളിച്ചില്ലായിട്ട്. ഞങ്ങളിവിടെ ഉണ്ട് ഗൈസ്.
കാണുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രീറ്റ് ഫുഡ് അതെ അത് ട്രൈ ചെയ്ത് ഇനി നമ്മൾ നന്നായിരുന്നു. റൂമിലേക്ക് പോവാണ്. വി ട്രൈ 2 items ആൻഡ് വി ലൈക്ക് ഓൺലി 1 item. We tried chicken wings and prawns fry, but we didn't like the prawns flavor. So we got chicken only with parcel. നമ്മൾ ചെക്കൻ്റെ കൂടെ കൂടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറയേണ്ട ഇൻഫ്ലുവൻസ്. ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ എന്തൊരു രസമാണ്. ബിൽഡിങ്ങിന്റെ ഫാൻ. അതെ, ബിഗ് ഫാൻ ഓഫ് ദിസ് ബിൽഡിംഗ്. അങ്ങനെ ഫൈനലി വി മെയ്ഡ് ഇറ്റ് ഔട്ട് ഓഫ് ദി ചാറ്റ്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ മറ്റേ പ്ലാൻ ചെയ്ത ട്രിപ്സ് എല്ലാം നടത്തുന്ന ഒരു വ്യക്തിനെ പോലെ തോന്നുന്നു എനിക്ക്. ബക്കറ്റ് ലിസ്റ്റ് ക്ലിയർ. അതെ അതെ. ഇപ്പം ഞാൻ 2 പേരുടെ ആഗ്രഹം തീർത്ത് അടിപൊളി. ഞാൻ ഇനി മുതൽ ശരിക്കും ഒരു ടൂർ പ്ലാനർ 2026 എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇയറാണ്. That's my main goal for this year, to explore Vision board എല്ലാം more cities, check out. like to visit more cities, to go on more trips. That's my vision for 2026. And we are on the 2nd trip and this is the 3rd month. And we lost. നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഏതോ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചിപ്പോൾ നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവാണ്. 8 മണിയാവുന്നുള്ളൂ. നല്ല ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വലിയ, പക്ഷേ നല്ല ഫീൽ ചെയ്യും. അതിലൂടെ നടക്കാൻ തന്നെ നല്ല വൈബുണ്ടായി. ഇവിടെ ഒരു സൈഡ് ഭയങ്കര ഒരു സ്ലം ഏരിയ പോലെയും പിന്നെ ഒരു സൈഡ് ഭയങ്കര എസ്തെറ്റിക്കായി. കൊള്ളാം, ബീച്ചും കൊള്ളായിരുന്നു നമുക്കങ്ങനെ. പക്ഷേ ഇന്ന് നമുക്കങ്ങനെ കുറേ കുറേ അല്ല, ഒരു കഫേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഈ നോർമൽ റെസ്റ്റോറൻറ്റ് ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നാളെ പക്ഷേ നമ്മൾ കഫേ ട്രൈ ചെയ്യും അല്ലേ, എക്സ്പ്ലോർ ചെയ്യാം. നാളെയാണ് നമുക്ക്. ബീച്ചായിരുന്നു ഇന്ന് നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എനിക്ക് വർക്കൊക്കെ ഉണ്ടായി, പിന്നെ നല്ല ടയേർഡായിരുന്നു ഇവള്. പക്ഷെ നാളെ നമ്മൾ സൺറൈസ് കാണാൻ പോകും, കഫേ എക്സ്പ്ലോർ ചെയ്യും, ബീച്ചിൽ പോകും. നാളെ പിന്നെ പോകാനുള്ള നേരം. നമുക്ക് മെല്ലെ റൂമിലോട്ട് പോവാം.